ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ 1,80,000 രൂപ 2024 സാമ്പത്തിക വർഷത്തിൽ ലാഭം ഉണ്ടാക്കണം എന്ന് ടാർഗറ്റ് ചെയ്തിരുന്നു. അതിൻ്റെ ഒന്നാമത്തെ വീഡിയോ ഏപ്രിൽ മാസത്തിൽ അതുപ്രകാരം ഞാൻ നേടിയ എൻ്റെ പ്രോഫിറ്റ് ഞാൻ വീഡിയോ ആയിട്ട് ഇട്ടിരുന്നു. 1,80,000 രൂപ ഒരു വർഷത്തിൽ നേടണമെങ്കിൽ ഓരോ മാസവും 15,000 രൂപ നമ്മൾ പ്രോഫിറ്റ് മിനിമം അല്ലെങ്കിൽ ശരാശരി നേടേണ്ടതുണ്ട്. ഏപ്രിൽ മാസത്തിൽ ആ 15,000-ൻ്റെ ജസ്റ്റ് മുകളിൽ 16 സംതിങ് ഓളം ലാഭം എനിക്കുണ്ടായിരുന്നു. ഇനി രണ്ടാമത്തെ ഈ മെയ് മാസത്തിൽ എത്രത്തോളം ലാഭം കിട്ടിയിട്ടുണ്ട് എന്ന് നമുക്ക് പരിശോധിക്കാം. അതിന് എൻ്റെ അപ്സ്റ്റോക്സ് ബ്രോക്കറിൽ പോവുകയാണ്. ഇത് പഴയ ബ്രോക്കറാണ്, അവരുടെ പുതിയ ആപ്ലിക്കേഷൻ ഉണ്ട്. പഴയ ബ്രോക്കറിൽ പോയിട്ട് റിപ്പോർട്ട് എന്നെടുക്കുന്നു. റിപ്പോർട്ട് എടുത്തതിന് ശേഷം റിപ്പോർട്ട് വരാനായി നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അതിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുക. അതിലെടുത്തു കഴിഞ്ഞാൽ ഇവിടെ കാണാൻ നിങ്ങൾക്ക് യെസ്റ്റർഡേ, ലാസ്റ്റ് 7 ഡേ, ലാസ്റ്റ് 1 മന്ത് ഇങ്ങനെയൊക്കെ കാണാം. അതിൽ കറണ്ട് ഫിനാൻഷ്യൽ ഇയർ എന്നും കാണാം. കറണ്ട് ഫിനാൻഷ്യൽ ഇയർ കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ ഈ സാമ്പത്തിക വർഷത്തിൽ, അതായത് 2024 ഉണ്ടാക്കിയിട്ടുള്ള കംപ്ലീറ്റ് ലാഭവുമാണ് കാണിക്കുക. അതായത് 2024 സാമ്പത്തിക വർഷം എന്ന് പറയുമ്പോൾ ഏപ്രിൽ മെയ് 2 മാസമായിട്ടേ ഉള്ളൂ. അതായത് 2 മാസത്തെയും ഒരുമിച്ചായിരിക്കും ഇവിടെ റിസൾട്ട് കാണുക. അപ്പോൾ അതിന് മുന്നേ നമുക്ക് ലാസ്റ്റ് 1 മന്ത്, അതായത് നിലവിൽ മെയ് മാസത്തിലേത് മെയ് 1 മുതൽ മെയ് 31 വരെയുള്ള ലാഭനഷ്ട കണക്കുകൾ നോക്കാം. അതിന് ലാസ്റ്റ് 1 മന്ത് കൊടുക്കുകയാണ്. ലാസ്റ്റ് 1 മന്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം 72,224 രൂപ 60 പൈസ. അതായത് ഞാൻ പറഞ്ഞിരുന്നു ഒരു മാസത്തിൽ 15,000 രൂപയായിരുന്നു എൻ്റെ ടാർഗറ്റ്. അതായത് അങ്ങനെ ഒരു വർഷത്തേക്ക് 1,80,000 രൂപ. പക്ഷേ രണ്ടാമത്തെ മാസം എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആ ടാർഗറ്റിൽ നിന്നും വലിയ തരത്തിലുള്ള ഒരു എമൗണ്ടാണ് എനിക്ക് ലാഭമായിട്ട് കിട്ടിയിരിക്കുന്നത്. ഇത് പൊതുവിൽ വലിയ എമൗണ്ട് അല്ല, പക്ഷേ എൻ്റെ ടാർഗറ്റിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇത് വലിയ എമൗണ്ടാണ്. 15,000 രൂപ ടാർഗറ്റ് ഇട്ടിട്ട് എനിക്ക് 72,200 രൂപയോളം കിട്ടിയിട്ടുണ്ട്. ഇതിന് മെയിൻ കാരണം എൻ്റെ ഒരു 2 വർഷമായിട്ട് എൻ്റെ കയ്യിലുണ്ടായിരുന്ന ടാറ്റ പവർ എന്ന് പറയുന്നൊരു സ്റ്റോക്ക്, അത് ചില ബ്രോക്കേഴ്സിൻ്റെ നെഗറ്റീവ് റെക്കമെൻഡേഷനെ തുടർന്ന് ഞാൻ സെയിൽ ചെയ്തിരുന്നു, അതിൻ്റെ ഒരു ഹാഫ് ക്വാണ്ടിറ്റി. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് ഇത്രത്തോളം വലിയ ഒരു പ്രോഫിറ്റ് എടുക്കാൻ കഴിഞ്ഞത് രണ്ടാമത്തെ മാസത്തിൽ തന്നെ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം 2, 3, 13, 15, 16, 17, 21, 22, 23, 24, 27, 28, 31 ഇത്രയും ദിവസങ്ങളിൽ ഞാൻ പ്രോഫിറ്റ് എടുത്തിട്ടുണ്ട്. അതിൽ 29-ാം തീയതി മാത്രം ചെറിയൊരു ലോസ് എനിക്ക് ബുക്ക് ചെയ്യേണ്ടി വന്നു. അത് വളരെ ചെറിയ എമൗണ്ട് ആണെന്ന് എനിക്ക് തോന്നുന്നത്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ജസ്റ്റ് 340 രൂപ മാത്രമേ എനിക്കതിൽ ലോസ് ബുക്ക് ചെയ്യേണ്ടി വന്നിട്ടുള്ളൂ. അതും ഏത് സ്റ്റോക്കാണെന്ന് നമുക്കിവിടെ നോക്കിയാൽ കാണാം. കൊച്ചിൻ ഷിപ്പ്യാർഡ് എന്ന് പറയുന്ന സ്റ്റോക്കിൽ. അത് ഞാൻ ഇൻട്രാഡേ പോലെ ചെയ്തതായിരുന്നു. നോർമലി ഞാൻ ഇൻട്രാഡേ ചെയ്യാറില്ല, പക്ഷേ ഒരു ചെറിയ റിസ്ക് എടുത്തുകൊണ്ട് ചെയ്തു നോക്കിയാണ്. പക്ഷേ അതെൻ്റെ കയ്യിൽ നിന്ന് പോകും എന്ന് തോന്നിയപ്പോൾ ഞാനതിനെ ഒഴിവാക്കിയതാണ്. മറ്റെല്ലാ ദിവസങ്ങളിലും എനിക്ക് പ്രോഫിറ്റ് തന്നെയാണ് കിട്ടിയത്. അതിൽ ടാറ്റ പവറിൻ്റെത് എത്രാം തീയതി ആയിരുന്നു എന്ന് നമുക്ക് നോക്കാം. 27 അല്ല, 28 അല്ല, 24-ാം തീയതി ആണെന്ന് തോന്നുന്നു. നോക്കാം. ഓക്കെ, ടാറ്റ പവർ എന്ന് പറയുന്ന സ്റ്റോക്ക് ഞാൻ വിറ്റപ്പോൾ എനിക്ക് 14,354 രൂപ കിട്ടിയിരുന്നു. ഇവിടെ കാണാം. ടാറ്റ പവറും ഗെയിൽ ഇന്ത്യ എന്ന് പറയുന്ന 2 സ്റ്റോക്കാണ് ഞാൻ അന്ന് സെയിൽ ചെയ്തത്. അത് രണ്ടും കൂടെ എത്രയായിരുന്നു? 14,354 രൂപ എനിക്ക് ലാഭം കിട്ടി. ആ ഒരു ലാഭമാണ് ഇതിനെ ഇത്രത്തോളം വലിയ നിലയിൽ എത്തിച്ചത്. എനിക്ക് തോന്നുന്നു അതിന് മുന്നേ ഞാൻ ടാറ്റ പവറിൻ്റെ കുറച്ച് ക്വാണ്ടിറ്റി, യെസ് ഇതാണ്, സോറി 15-ാം തീയതിയും അതിൻ്റെ ഒരു ഹാഫ് ക്വാണ്ടിറ്റി, അതായത് 343 എണ്ണം എങ്ങാനായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ 171 എണ്ണം വിറ്റപ്പോഴാണ് ഈ കാണുന്ന ലാഭം കിട്ടിയത്. ഇത് ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഉള്ള ക്വാണ്ടിറ്റിയുടെ ഹാഫ് ക്വാണ്ടിറ്റി വിറ്റതാണ് ഈ 24-ാം തീയതി കണ്ടത്. അങ്ങനെയാണ് എനിക്ക് ഇത്രയും വലിയ 72,224 എന്ന് പറയുന്ന ഒരു പ്രോഫിറ്റ് കിട്ടിയത്. ഓക്കെ, ഇതാണ് എൻ്റെ രണ്ടാമത്തെ മാസത്തെ ലാഭം. ഇനി 1,80,000 എന്നുള്ള എൻ്റെ ഒരു 1 ഇയർ ടാർഗറ്റിലേക്ക് എത്താൻ എത്ര പൈസ കൂടെ വേണമെന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം. അതായത് കറണ്ട് ഫിനാൻഷ്യൽ ഇയറിൽ കൊടുത്തു കഴിഞ്ഞാൽ നിലവിൽ ഞാൻ ഉണ്ടാക്കി
മുഴുവൻ ലാഭവും ഇതിൽ കാണാൻ സാധിക്കും. കറണ്ട് ഫിനാൻഷ്യൽ ഇയർ, അതായത് 2 മാസത്തേത്, ഏപ്രിൽ മാസത്തിലേതും മെയ് മാസത്തിലേതുമായിട്ടുള്ള ടോട്ടൽ പ്രോഫിറ്റാണ് ഈ കാണിക്കുന്നത്. 86,269 രൂപ. അതായത് 1,80,000 ഒരു വർഷത്തേക്ക് ടാർഗറ്റ് പ്രോഫിറ്റ് ഇട്ടതിന് ശേഷം 2 മാസം കൊണ്ട് തന്നെ അതിൻ്റെ പകുതി പൈസയിലെത്താൻ സാധിച്ചിട്ടുണ്ട്. അതിനെന്നെ സഹായിച്ചത് എൻ്റെ ടാറ്റ പവറാണ്. ഏകദേശം 2 വർഷത്തിലധികമായി ഞാൻ ഹോൾഡ് ചെയ്തിരുന്നതാണ്. ചില ഫോറിൻ ബ്രോക്കേഴ്സിൻ്റെ റെക്കമെൻഡേഷൻ കാരണം, നെഗറ്റീവ് റിവ്യൂ കാരണം ഞാൻ അതിൽ പകുതി ക്വാണ്ടിറ്റി ഒഴിവാക്കിയിട്ടാണ് എനിക്ക് ഇത്രത്തോളം വലിയ ലാഭം എടുക്കാൻ സാധിച്ചത്. അല്ലെങ്കിൽ ഇത് ഇത്രത്തോളം വരില്ല. അങ്ങനെ ടാറ്റ പവറിൽ നിന്ന് മാത്രം 2 തവണയായിട്ട് 44,000 സംതിങ്ങും അതുപോലെ 14,000 സംതിങ്ങും 54 ഏകദേശം 60,000 രൂപയ്ക്ക് അടുത്ത് എനിക്ക് ലാഭം ഈ മെയ് മാസത്തിൽ ലഭിച്ചിട്ട് ഉണ്ട്. ഓക്കെ, വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി. അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത മാസം കാണാം. ഇനി മെയ് മാസത്തിലെ അപ്ഡേഷൻ വീഡിയോ ഇടുന്നതായിരിക്കും. അതിനു മുന്നേ എന്തെങ്കിലും നല്ല സ്റ്റോക്കുമായിട്ട് ബന്ധപ്പെടുന്ന എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് ഞാൻ പുതിയ വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.